ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതി മഥ ജയകുമാറിനെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്തൊക്കെയാണ് കോടതി നടപടിയുടെ വിശദാംശങ്ങൾ? വേണു, 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് അന്വേഷണ സംഘം നൽകിയത്. നിലവിൽ 6 ദിവസത്തേക്ക് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇനി പ്രധാനമായും ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം കർണാടക തെലങ്കാന അതിർത്തിയിൽ വെച്ച് പിടിയിലായ മഥ ജയകുമാറിനെ തിങ്കളാഴ്ചയാണ് വടകരയിൽ എത്തിച്ചത്. അന്ന് റിമാൻഡിലായ ഇയാളെ കുറച്ചുനേരം മാത്രം ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന് സാധിച്ചത്. അപ്പോഴും ഇയാൾ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല. അതിനാൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇയാളെ വടകരയിലെ ബാങ്കിലെത്തി തെളിവെടുക്കേണ്ടതുണ്ട്. ഒപ്പം ഇയാളുടെ ജന്മസ്ഥലമായ മെട്ടുപ്പാളയത്തെത്തി തെളിവെടുക്കാനുള്ള ഒരു സാധ്യതയും അവശേഷിക്കുന്നുണ്ട്. ഇയാൾ അവിടെ നിന്ന് കവർന്നു എന്ന് കരുതുന്ന, മോഷ്ടിച്ചു എന്ന് കരുതുന്ന സ്വർണം നിലവിൽ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ഇതും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിലെല്ലാം ഉപരി ഈ കേസിൽ, ഈ ഒരു കവർച്ചയിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഇത് ഈ മഥ ജയകുമാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കവർച്ചയാണ് എന്നല്ല അന്വേഷണ സംഘം കരുതുന്നത്. കാരണം 26 കിലോ സ്വർണമാണ് കവർന്നത്. ഏതാണ്ട് 17 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണമാണ്. ഒപ്പം ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചുകൂടി ഈ മഥ ജയകുമാർ തന്നെ ഒരു വീഡിയോ സന്ദേശത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് ഈ സ്വർണം ഈ ബാങ്കിൽ പണയം വെച്ചത്. ഈ പണയവുമായി ബന്ധപ്പെട്ട് ചില വഴിവിട്ട നീക്കങ്ങളൊക്കെ ഈ ബാങ്കിൽ നിന്ന് നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ സോണൽ മാനേജറാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ മഥ ജയകുമാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിശദ വിവരങ്ങൾ പോലീസിന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കൂടുതൽ പേർ ഈ ഒരു കവർച്ചയ്ക്ക് പുറകിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ തട്ടിപ്പിന് പുറകിൽ ഉണ്ടായിട്ടുണ്ടോ, ഒപ്പം തന്നെ ഈ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള വഴിവിട്ട നീക്കങ്ങളാണ് ബാങ്ക് നടത്തിയത് എന്നുള്ള കാര്യം കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരും. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.